പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വചനത്തിലും, മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനത്തിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയും, വിശുദ്ധ യോഹന്നാൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 10 വരെയും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാനായിട്ട് കഴിയും. സാബത്ത് കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ സാബത്ത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പ്രഭാതമായപ്പോൾ മഗ്ദലക്കാരി മറിയം മറ്റേ മറിയം കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്ന അവൻ്റെ രൂപം മിന്നലിന് തുല്യവും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരെ അറിയിക്കാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ്, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ച് യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരുടെ ഗലീലയ്ക്ക് പോകാൻ പറയുവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പ്രഭാതമായപ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ ദിവസമാണ്. ഞായറാഴ്ച രാവിലെ അത് ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറടുക്കലേക്ക് ഓടിച്ചെന്ന മറിയയ്ക്കും മറ്റുള്ളവർക്കും കാണുവാൻ കഴിഞ്ഞത് ഒരു ഒഴിഞ്ഞ കല്ലറയാണ്. അവിടെ ദൂതൻ പറയുകയാണ്, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഇനി കല്ലറയിൽ അന്വേഷിക്കുന്നതെന്ത്? കല്ലറയിൽ അന്വേഷിച്ചാൽ അവനെ കാണുവാനായിട്ട് കഴിയില്ല. ഇന്നും ചില ചിലവർ പറയുന്നുണ്ട്, ഇന്നും യേശുവിൻ്റെ കല്ലറ തുറന്നിട്ടിരിക്കുകയാണ് എന്ന്. കാരണം എന്താണ്? ഇനി അവൻ വരുമ്പോൾ അടക്കാൻ. എന്നാൽ തികച്ചും തെറ്റായ വർത്തമാനമാണത്. കാരണം 2000 വർഷം മുമ്പ് യേശുവിൻ്റെ കല്ലറ റോമ സാമ്രാജ്യത്തിൻ്റെ പൂട്ടുകളെ